ഐസിയിൽ കിടത്തിയപ്പോൾ ഞാൻ ചോദിച്ചാൽ അപ്പോഴെൻ്റെ മോൻ മരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഉദ്ദേശം. അതായത് ഞാൻ പോയി നോക്കിയപ്പോൾ തല ചെരിച്ച് കിടക്കുന്നുണ്ട്. ഞാൻ പോയി തലയൊക്കെ തലോടി നെഞ്ചൊക്കെ കുഴിഞ്ഞു. ആ പുതപ്പ് നല്ലോണം ഒന്ന് പുതച്ച് കൊടുത്തു. അപ്പോഴേ ഞാൻ അവിടെ ഇരിക്കുന്ന ഡോക്ടറോട് ചോദിച്ചു, എന്താ എൻ്റെ മോൻ അനങ്ങാത്തത്? മറ്റേ നമ്മൾ ഉറങ്ങുമ്പോഴും ഇങ്ങനൊരു ഇതുണ്ടാവില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ മോൻ എന്താ അനങ്ങാത്തത്? അപ്പം ഞങ്ങൾ മരുന്ന് കൊടുത്ത് മയക്കി കെടുത്തിയിരിക്കുകയെന്ന് പറയും ഡോക്ടർ. അപ്പോൾ ഞാനത് വിശ്വസിച്ചു. അങ്ങനെയായിരിക്കും ഇടയിൽ പോയി. പിറ്റേ ദിവസം ഞാൻ എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ താഴെ പോയി. മോൻ്റെ അസുഖമാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ആസ്പത്രിയിൽ പോയി വന്നതിൻ്റെ ശേഷം എൻ്റെ രണ്ടാമത്തെ മരുമകളോട് പറഞ്ഞു, നാളെ രാവിലെ തന്നെ അവിടെ പോയിട്ട് റൂം എടുക്കണം, അവിടെ നമുക്ക് താമസിക്കാം, മോൻ അവിടെ കിടക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ ചെയ്തു. എന്നിട്ട് രാവിലെ അവിടെ പോയപ്പോൾ എൻ്റെ റോയ് പറഞ്ഞു, ഇവിടെ റൂമൊന്നും എടുക്കണ്ട അമ്മേ, അമ്മ പോയിക്കോ, കുറച്ച് കഴിഞ്ഞിട്ട് ചേട്ടനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം, അമ്മ പോയിക്കോ എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ വന്ന് ഞാൻ താഴെ തന്നെ ഇരിക്കുക. താഴെ തന്നെ ഇരിക്കുമ്പോൾ അപ്പോൾ എൻ്റെ ജോയും എൻ്റെ രണ്ടാമത്തെ മരുകളുടെ പേര് പ്രസീന. അവരും എല്ലാം കൂടിയിട്ട് ഈ ചെയറുകളൊക്കെ മാറ്റുക. ഇതൊക്കെ അവന് വന്നിട്ട് കിടക്കാനുള്ള സ്ഥലം ഒരുക്കാണ്. അപ്പം എനിക്കൊരു സംശയം തോന്നി, ഇതെന്താണ് അപ്പോൾ അവരിങ്ങനെ ഇതൊക്കെ മാറ്റണത്? അപ്പോൾ ഞാൻ പ്രസിനോട് ചോദിച്ചു, പ്രസി ഇതെന്തിനാ ഇതൊക്കെ മാറ്റണേ എന്താന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞു അമ്മേ, നമ്മുടെ ജോയേട്ടൻ പോയിട്ടോ എന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ മോൻ പോയി എന്നുള്ള വിവരം.